മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു പുട്ട് പുഴുങ്ങാം കേട്ടോ. ആരും ഉണ്ടാക്കിയിട്ടില്ലാത്തൊരു പുട്ട് ഞാനുണ്ടാക്കലുണ്ട്, ഞങ്ങളിവിടെ ഉണ്ടാക്കലുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ചീരയുണ്ട് കണ്ടോ. ചീരയും കൊണ്ട് പുട്ടുണ്ടാക്കുക. ചീര ആദ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അത് ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഇച്ചിരി നെയ്ക്കകത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുക കണ്ടോ. എന്നിട്ടത് പുട്ടും പൊടി ഇട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്കത് തേങ്ങയെല്ലാം ഇട്ട് ഇളക്കി എടുപ്പ് വെക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. സാമ്പാർ ചീര കൊണ്ട് പുട്ട് പുഴുങ്ങുന്നത്. ഇതാ പുട്ട് നമുക്കെടുത്ത് കണ്ടോ. ഇവിടെ സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് ശരിക്ക് കിട്ടുന്നില്ല, നമുക്ക് അവിടെ നിന്ന് വെച്ച് കാണാം. സാമ്പാർ ചീര കൊണ്ട് പുട്ട് പുഴുങ്ങിയത്. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. സാമ്പാർ ചീരയും കൊണ്ട് പുട്ട് പുഴുങ്ങിയത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്നും കൂടെ പറയാം. ആദ്യം സാമ്പാർ ചീര കണ്ടില്ലേ, ഇതാണ് സാമ്പാർ ചീര എന്ന് പറയുന്നത്. ഇത് പറിച്ചുകൊണ്ട് വന്ന് കഴുകി ചെറുതായിട്ട് മുറിച്ച് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. അതാ, എന്നിട്ടത് ഇച്ചിരി നെയ്യും കൂടി ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കുക. അല്ലെങ്കിൽ ഒരു പച്ച ചുവയുണ്ടാവും. അപ്പോൾ ആ ചുവയൊന്നുമില്ല, നല്ല രുചിക്ക് തിന്നാൻ വേണ്ടിയാണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് പുട്ടും പൊടിയും കൂടി ഇട്ട് ഇളക്കി കഴിക്കാം. അപ്പോൾ അതിനൊരു കറി വേണ്ടേ. ഇതാ സാമ്പാർ ചീരയുടെ നമുക്കൊരു ചെറുപയറും കറി വെച്ചത്, മീൻകറി. നമുക്ക് ഇഷ്ടമുള്ള കറി കൂട്ടാൻ കേട്ടോ. ഞാൻ ചെറുപയർ കറി മീനും എടുത്ത് കണ്ടോ. ഒന്ന് കഴിച്ചു നോക്കിയാലോ. ആരെങ്കിലും കഴിക്കാൻ കൂടുന്നുണ്ടോ? കഴിക്കാൻ കൂടിയില്ലെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഉണ്ടാക്കി നോക്കുക. ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കും. കാരണം ഈ ചീര എല്ലാവർക്കും എടുക്കാനൊരു ഇത്, എല്ലാവരും ഉണ്ടാക്കുമ്പോൾ കൊഴുപ്പാണെന്നും പറഞ്ഞിരിക്കും. ഇത് വഴറ്റിയാൽ അതിന് കൊഴുപ്പില്ല കേട്ടോ. പച്ചക്കറി വെക്കാം, തോരൻ വെക്കാം, തീയൽ വെക്കാം, സാമ്പാർ വെക്കാം, എല്ലാം ഇതുകൊണ്ട് വെക്കാം. നമുക്കിഷ്ടമുള്ള കറികളൊക്കെ വെക്കാം. പക്ഷേ ആദ്യം ഉണ്ടാക്കുന്ന രീതികളൊക്കെ പഠിക്കുക. ഇത് വഴറ്റിയെടുത്തെങ്കിൽ ആ കൊഴുപ്പ്, നമ്മൾ വെണ്ടയ്ക്കായ്ക്കും ഭയങ്കര കൊഴുപ്പല്ലേ, അത് വഴറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ കൊഴുപ്പൊക്കെ പോകുന്നുണ്ടല്ലോ. വെണ്ടയ്ക്ക, പപ്പാസ, തോരനെ, മെഴുക്ക് പുരട്ടി ഒക്കെ നമുക്ക് വെണ്ടയ്ക്ക കൊണ്ട് വെക്കലില്ലേ. അതുപോലെ ഇതും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും നമുക്ക് വെക്കാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല പ്രത്യേക രുചിയാണ് അതിന്, ഈ ചീരയ്ക്ക്. നല്ലപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ. മറ്റേ ആ ചുവന്ന ചീരക്കായാലും നല്ലതാണിത്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എന്ത് രുചിയാ കണ്ടോ. എൻ്റെ നിറം തന്നെ കണ്ടില്ലേ, സാമ്പാർ ചീരയുടെ കണ്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ. സാമ്പാർ ചീര കൊണ്ട് പുട്ട് പുഴുങ്ങിയത്. ലോകത്തിൽ ആരും ഉണ്ടാക്കാത്തൊരു പുട്ടാണ്. ഞങ്ങളുണ്ടാക്കലുണ്ട്. ഞാനുണ്ടാക്കി കുറേ കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ച് ഒക്കെ കുറേ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്കൊക്കെ ഇതൊക്കെ ഇഷ്ടംപോലെ വീടുകളിലൊക്കെ ഉള്ളവരുണ്ടല്ലോ, അത് ഉപയോഗിക്കാതെ വെറുതെ വരും. ഇതൊക്കെ ഉപയോഗിക്കുക. ഒരു മായയില്ലാത്ത സാധനമല്ലേ. എല്ലാവരും ഉപയോഗിച്ച് നോക്കണം കേട്ടോ. എൻ്റെ ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കണ്ട. ശോശാമ്മ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ, കേരളം ബൈ ശോശാമ്മ. സാമ്പാർ ചീര കൊണ്ട് പുട്ട് പുഴുങ്ങിയത്.